God have created such a beautiful city in Jaipur. ഞാനിപ്പോൾ നിൽക്കുന്നത് പിങ്ക് സിറ്റിയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മലയുടെ പൊക്കത്താ. ഐ ക്യാൻ സീ ദ ഹോൾ സിറ്റി ഹിയർ. ഇവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവിടുത്തെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ക്യാരം ബോർഡൊക്കെ കളിക്കണ കാണാം. കുറേ ആൾക്കാർ പട്ടം പറപ്പിക്കണ കാണാം. കുറേ നടന്നു. പിങ്ക് സിറ്റി അത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് സങ്കടപ്പെട്ട് ഇറങ്ങിയ ടൈം സ്കെഡ്യൂളും ആയ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പിങ്ക് സിറ്റിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറിക്കിട്ടി. അയ്യോ, ഞാൻ ഒരുപാട് സന്തോഷിക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ടു സീ ദിസ്. അങ്ങനെ പിങ്ക് സിറ്റിയിൽ നിന്ന് ഒരു മല കണ്ട് അത് ഫോളോ ചെയ്തതാ. ഏകദേശം ഒരു 10 കിലോമീറ്റർ നടന്ന് ഓൾ ദ വേ കുറേ കയറി. ഇനിയും കയറാനുണ്ട്. സീ, പക്ഷേ ഇതെനിക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ വെള്ളക്കുപ്പിയൊക്കെ തീരാറായി. Oh my God, so good. God have created such a beautiful city in Jaipur. ഞാനിപ്പോൾ ടോപ്പിലെത്തി. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹക്കിത. Keita. I don't know, Keita. Yeah, nice to meet you. കുറേ നേരം കഷ്ടപ്പെട്ടു ഈ പേര് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ആളൊരു ബൈക്കിലൊരു യാത്രയിലായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ എന്നെയും കയറ്റി ഞങ്ങളിങ്ങോട്ട് ടോപ്പിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സ്ഥലങ്ങളെല്ലാം നോക്കി കണ്ടുപിടിച്ച് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഞങ്ങൾ ഈ മലയുടെ പൊക്കത്ത് ഇങ്ങനെ ചുറ്റി കണ്ടു നടക്കുക. അപ്പോൾ ആള് ജപ്പാനിൽ നിന്നാണ്. ആൻഡ് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. സോ we will show you some of the stuff that we are seeing in our own eyes. So stay tuned. അപ്പോൾ ഞങ്ങൾ മലയൊക്കെ കയറി വന്നു. ഇതിൻ്റെ അകത്തൊരു മ്യൂസിയം പോലെയാണ്. അടിപൊളി ഒരുപാട് നല്ല നല്ല ബിൽഡിങ്സും ആർക്കിടെക്ട് വർക്കുകളുമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനൊക്കെ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും വന്നു. എന്നിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടു ഏറ്റവും ടോപ്പിൽ തന്നെ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഒക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്ര നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. ആൻഡ് ഐ ഓർഡേർഡ് എ കോൾഡ് കോഫി. അപ്പോൾ അവർ ലസ്സി എന്നോട് കഴിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ലസ്സി ഒട്ടും പറ്റത്തില്ല ഇപ്പോൾ. ആൻഡ് എനിക്കിപ്പോൾ കഫേൻ വേണം. സോ ഐ ഓർഡർഡ് കോൾഡ് കോഫി. സോ ഹീ ഓർഡേർഡ് കൈൻഡ് ഓഫ് is that rice, plain rice. Yeah, he ordered a plain rice. So that guy was asking, order some curry. So he was like, no, curry on the manda. So he's eating just plain rice. So I just made a mistake. So I think rice with spices
So Oh. when I see it, so it's just white rice. Oh, you want something? I thought it was other Added something. Yeah. ഓ ആള് വിചാരിച്ചു റൈസിന്റെ ഇടയിൽ വേറെ So എന്തെങ്കിലും it was ഉണ്ടായിരുന്നു. like a big biryani. ഓ നോ 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 നോ. ഓ ആള് വിചാരിച്ചു ബിരിയാണി ആയിരിക്കും എന്ന്, പക്ഷെ ആൾക്ക് കിട്ടിയത് വെറും റൈസ്. അപ്പൊ വെയിറ്റർ ചോദിച്ചു വെറും റൈസ് മാത്രം മതിയോ? അങ്ങനെയാണ് മച്ചാനിപ്പ ചുമ്മാ റൈസ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടിയിലേക്ക് ഇറങ്ങണം. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോന്നു. ഈ വ്യൂ ഞാൻ കാണിച്ചു തരാം. The entire Jaipur city is in my back. And what a beautiful man. It's all in pink. And I am in pink. Jaipur city. $150 കൊടുത്ത് പേ ചെയ്തു. പക്ഷെ ഇവിടെ എൻ്റെ കഴിവല്ല, എൻ്റെ ബ്രദർ നിതിൻ ഫ്രം ഡൽഹി ഹീ കോൾഡ് ആൻഡ് ആളെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആൾ പെട്ടെന്ന് ഫോൺ എടുത്തു. അപ്പോൾ ആളാണ് സംസാരിച്ച് ആ റേറ്റിലേക്ക് കൊണ്ടുവന്നത്. അവർ 300 രൂപ, ആദ്യം 500 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു, അങ്ങനെ 200 പറഞ്ഞു, പിന്നെ 150 കൊണ്ടുവന്നു. ശരിക്കും യൂബറിന് 50 രൂപ മാത്രമേ ഉള്ളൂ. സോ റൈറ്റ് നൗ ഞങ്ങൾ അടിയിലേക്ക് എത്തി, ഇവിടെ എത്തിച്ചുള്ളൂ, ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. സോ me and my friend is walking toward inside the city so we can get another Uber and get to our next destination. So I'm saying goodbye to my friend, but we are gonna meet in Japan. Yeah. Next time we will meet in Japan. Done. Yeah. Nice. അങ്ങനെ ആളോട് പായ് പറഞ്ഞു. ഞാനിപ്പോ ട്രിപ്പോള ബസാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ലൊരു കാഴ്ച ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഈ എൻറ്റയർ സിറ്റി നടുക്കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ഹി മെയ്ഡ് മൈ ഡേ ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ. മൗണ്ടനിലേക്ക് കയറാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സിറ്റിയിൽ ഇതിലെ കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മല കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ആ മല അങ്ങ് ദൂരത്തുനിന്ന് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ നടന്ന് അവിടം വരെ പോയതാണ്. ബട്ട് ഇറ്റ് വാസ് അറൗണ്ട് 10 kilometers അപ്പ്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇവിടുത്തെ ആർക്കിടെക്ട്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. So good. And it's completely pink. And I'm in pink. ഈ കോസ്റ്റ്യൂം എടുത്തത് ഇപ്പോൾ ഇതിനു വേണ്ടിയ പോലെ പോയി, പക്ഷെ നല്ലതുണ്ട്. ഇനി അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു കഫേ കണ്ടുപിടിക്കണം. ആൻഡ് കുറച്ച് റെസ്റ്റ് എടുക്കണം. എൻ്റെ കാൽപാദമൊക്കെ നല്ല വേദനയുണ്ട്, നല്ല രീതിയിൽ പെയിൻ എടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ട്രക്കിംഗ് ഷൂസ്, ബട്ട് എനിക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷം കാണിക്കാം. ഈ സ്റ്റെപ്പ് കുത്തനായിട്ടോ നിൽക്കുന്നത്. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോണം ഇറങ്ങാൻ, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് കുത്തനെ നിൽക്കും. സോ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ ഏകദേശം എത്തി. ഇനി ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു. പക്ഷേ കുഴപ്പമില്ല, ഓട്ടോക്കാർക്കൊക്കെ ഒത്തിരി പൈസയാവും കൊടുക്കാൻ. എൻ്റെ യാത്രകളിൽ പൈസ എനിക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യണം, എന്നാലേ
എല്ലായിടത്തും പോയി ഇത് കാണാനൊക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കാൽപാദം ആണ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ക്രോസ് ചെയ്യുന്നതൊക്കെ കോമഡിയാ. ഡൽഹിയും ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. കണ്ട കണ്ണും മൂക്കില്ലാണ്ട് ഫോൺ ചെവിയിൽ വെച്ച് അങ്ങോട്ട് സ്ലോ മോഷനിൽ ഇറങ്ങി പോവാണ്. അയ്യോ ഞാനൊന്ന് പൊക്കോട്ടെ. ഓക്കെ, ഹോൺ അടിക്കണതിൻ്റെ ഒരു കുറവുമില്ല ഇവിടെ. ചുമ്മാ ഹോൺ അടിക്കും. ഞാൻ നേരത്തെ നടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് എൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ വെച്ച് രാമനൊന്നുമില്ല, അണ്ണങ്ങോട്ട് പോയി. ഓട്ടോ വേണോന്നാണ് ചോദിക്കുന്നത്. പക്ഷെ കോമഡിയാ. വാവ്, അപ്പൊ മക്കളെ ഞാൻ എൻ്റെ സ്ഥലത്തെത്തി. കൊള്ളാട്ടോ. പക്ഷെ ഇത് രാത്രി ആകുമ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടി എന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ആർട്ട്, man, this is stunning. Wow, this is so beautiful. So I think there's a cafe out there. As you guys can see, there are a lot of people in the top. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാഴ്ച നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ കഴിയും. ഒരാൾക്ക് പോകാൻ പറ്റിയൊരു വഴിയിലാണ് ഈ കഫേ ഉള്ളത്. ഞാൻ ആ കഫേന്ന് ഇറങ്ങി. ഒരു ഒടുക്കത്തെ കത്തി ഭയങ്കര പേയ്മെന്റ് പറയുന്നു. അപ്പോൾ ഫുള്ളാണ് സ്ഥലം. ഒരാൾക്ക് 200 രൂപ. ഫോട്ടോ എടുക്കണമെങ്കിലും 200 രൂപ പറഞ്ഞു. ആൻഡ് ഐ ക്യാൻ അഫോർഡ് ദാറ്റ്. ഈ ഒരു വ്യൂ അവിടെ ഇരുന്ന് കേട്ടാൻ വേണ്ടി ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് എടുത്താൽ പോലെ. സോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു. ദ വ്യൂ, ദിസ് ഇസ് ദ വ്യൂ. 200 രൂപ കൊടുത്തു. പിന്നെ 350 രൂപയുടെ കോഫിയും കുടിച്ച് ഈ വ്യൂ കാണാനുള്ള ഫണ്ട് എനിക്കില്ല, എടുക്കാനും എനിക്ക് താല്പര്യമില്ല. ബട്ട് എന്താ പറയാ, നിങ്ങളിത് കണ്ടല്ലോ, ഞാനും ഇത് കണ്ടു. ബട്ട് at least I could make this happen. But right now I'm just gonna wait to find some coffee shop because I want to have some coffee. And after having some coffee, I'm gonna get back to my hotel. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടക്കൂ എന്ന് പറഞ്ഞൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിൽ മുട്ടനടി. എന്താ കാര്യം എന്നറിയില്ല, കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ തമ്മിൽ മുട്ടനടി. സോ ഇവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ ഞാൻ ഇവിടെ നിൽക്കുവാണ്. നല്ല വ്യൂ അല്ലേ? സോ ദ സൺസെറ്റ് തിങ്, യാ. പക്ഷെ ഇത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഫേസ് ബ്രൈറ്റ് ആവത്തില്ല. സോ എനിവേ ട്രൈ ടു മേക്ക് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു കഫേയിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ്. കുറച്ച് കോളുകളൊക്കെ മേക്ക് ചെയ്യാനുണ്ട്. ആൻഡ് ഐ ഹാവ് സം വർക്ക് ടു ഡു ആൻഡ് ദെൻ ടു മൈ ഹോട്ടൽ. പക്ഷേ ഇവിടുത്തെ ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല, കാരണം എനിക്ക് നല്ല ലെഗ് പെയിൻ ഉണ്ട്. സോ ഐ എം ഗോണ ടേക്ക് എ യൂബർ ആൻഡ് ഗെറ്റ് ടു എ കഫേ. യൂബർ കാത്തിരുന്ന് കുറേ നേരം സമയം വേസ്റ്റായി. പക്ഷേ എനിക്ക് ഈ ഒരു കാഴ്ചയും കൂടെ കാണാൻ പറ്റി. സോ ഗുഡ്, റൈറ്റ്? വാവ്, ഇതായിരുന്നു എൻ്റെ വ്യൂ. നൈറ്റാണ് വ്യൂ കാണാനുള്ളത്. ഓക്കെ, ഇനി എൻ്റെ ക്യാബ് ഏകദേശം എത്തി. ബൈ. ഒട്ടും ഹെൽമെറ്റ് ഇടാത്ത ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് ഇടുവാണ്. സോ ഐ പ്രിഫർ, ഞാൻ ആദ്യമായിട്ട് യൂബറിൽ ബൈക്കിൻ്റെ ഓപ്ഷൻ കാണുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ചീപ്പ് ആസ് വെൽ. വില കുറവാണ്. കാറൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും.
ഞാനിപ്പോൾ റൂമിലാണ് ഉള്ളത്. വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം കഴിഞ്ഞ് രാവിലെയാണ്. കാരണം അന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി, ഇന്നലെ ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അത് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി, ആൾ ഭയങ്കര ടയേർഡായിരുന്നു. ആൾ പറഞ്ഞു ഞാൻ ഇന്ന് ഫുള്ള് ടയേർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്ക്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, മണി മണി. ലൈക്ക് ഓക്കെ എന്നാൽ പണിയെടുത്തോളൂ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൾ എന്നോട്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സായി. ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളിനോട് പറഞ്ഞു സ്റ്റെപ്പ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ. പക്ഷേ എൻ്റെ ഡെസ്റ്റിനേഷൻ്റെ ആ പ്ലേസിൻ്റെ പേരായിരുന്നു സ്റ്റെപ്പ് ഔട്ട്. അങ്ങനെ ആ ഒരു കഫേയിൽ ഞാൻ പോയി. അവിടെ കഫേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. അങ്ങനെ വേറൊരു ഒരാളോട് ഞാൻ ചോദിച്ച് വേറൊരു കഫേയിൽ പോയി. അവിടെ ഞാൻ ഫുഡ് കഴിച്ചു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത്ര വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 300 രൂപ അടുത്തുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എഗ്ഗായിരുന്നു കൂടുതലും വേണ്ടത്. അപ്പോൾ എഗ്ഗുള്ളത് എനിക്ക് കിട്ടി. അതായിരുന്നു എൻ്റെ ഡിന്നർ. പിന്നെ എൻ്റെ അരികത്തൊരു ഒരാൾ വന്നിരുന്നു. ആൾക്ക് ഏകദേശം 30-35 വയസ്സുണ്ടാവും. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ജയ്പൂരിലുള്ളതാണോ? അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. അങ്ങനെ ആൾ രാജസ്ഥാനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പോകേണ്ട ഇടം എന്നോട് പറഞ്ഞു. അപ്പോൾ ആളും കൊച്ചി ബിനാലെയൊക്കെ വന്ന് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റഡായി. ഒരു വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നു. ഞാൻ എൻ്റെ റൂമിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെ കിടന്നു, കാരണം എഡിറ്റിംഗ് ഉണ്ട്. അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞു. പിന്നെ ഇനി ഞാൻ സബ് ടൈറ്റിൽസ് ഇടുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നോട് എല്ലാവരും പറഞ്ഞു നീ ഒരുപാട് മണിക്കൂറുകളൊന്നും കളഞ്ഞ് അതിന് വേണ്ടി കളയണ്ട, ഏതെങ്കിലും ഒരു ടൈം ആയി കഴിയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പുറത്തൊരാൾക്ക് ജോലി കൊടുക്കാനുള്ള ഇതായിട്ടില്ല ഞാൻ. അതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ എനിവേ ഇന്നത്തെ സ്കെഡ്യൂളെല്ലാം കഴിഞ്ഞു. ഇനി നാളെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുവാണ്. നാളത്തെ ഇന്നലത്തെ ഡേ 3 വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബട്ട് എനിവേ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. സീ യു ഓൺ ടുമോറോ. ബൈ.